വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കി മൂന്നാറിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തി ആദ്യഘട്ടത്തിൽ ലൈസൻസുകൾ എടുക്കാൻ സമയപരിധി നൽകും. തുടർന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് മൂന്നാർ പഞ്ചായത്ത്. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ മൂന്നാറിൽ പഞ്ചായത്ത് ലൈസൻസ് പോലുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യഘട്ടമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തി ഓരോന്നും പ്രവർത്തിക്കുന്നതിനാവശ്യമായ ലൈസൻസുകൾ എടുക്കാൻ സമയപരിധി നൽകും. സമയപരിധി കഴിഞ്ഞിട്ടും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതുമായി കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ നിരവധി കടകൾക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കടകളെന്ന് മാത്രമല്ല, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പുകൾ, ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, അങ്ങനെ പല സ്ഥാപനങ്ങളും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് നോട്ടീസ് നൽകുന്നതാണ്. നോട്ടീസിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് അനുശാസിക്കും പ്രകാരമുള്ള സമയം അനുവദിച്ചുകൊണ്ടുള്ള നോട്ടീസ് തന്നെയായിരിക്കും കൊടുക്കുക. സമയപരിധിക്കുള്ളിൽ ലൈസൻസ് എടുക്കാത്ത എല്ലാ സ്ഥാപനങ്ങളെയും അടച്ചുപൂട്ടുന്നതിനുള്ള തുടർ നടപടികൾ അടിയന്തരമായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നതായിരിക്കും. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല സ്ഥാപനത്തിനും സർക്കാർ അനുശാസിക്കുന്ന ലൈസൻസുകളോ കെട്ടിട നമ്പറോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുന്നത്. ഇത്തരം പരാതികൾ വ്യാപകമായതോടെയാണ് പഞ്ചായത്ത് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാൻ ഒരുങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.